പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും ജീവിതത്തിൽ മുൻഗണന കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അത് സാമ്പത്തിക നേട്ടങ്ങൾ കണ്ടുകൊണ്ടോ സ്വന്തം സ്വസ്ഥതയും സന്തോഷവും ലക്ഷ്യമിട്ടുകൊണ്ടും ആകാം. എന്നാൽ നമ്മുടെ മുൻഗണനകളെ തിരുത്തി എഴുതിക്കൊണ്ട് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. കർത്താവിൻ്റെ പദ്ധതികളെ നമ്മുടെ ഇഷ്ടങ്ങളോട് ചേർത്ത് നിർത്തുവാനാണ് തിരുവചനം നമ്മളെയും ഓർമ്മിപ്പിക്കുന്നത്. അത് നമുക്ക് സാധ്യമാണ്. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവ മഹത്വത്തിനു വേണ്ടി നമ്മുടെ സമയവും അധ്വാനവും കൊടുക്കലാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ദൈവം അസാധ്യമായ കാര്യങ്ങളൊന്നും കൽപ്പിക്കാറില്ല, മറിച്ച് കൽപ്പിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് സാധ്യമായത് ചെയ്യുവാനും അസാധ്യമായതിനായി പ്രാർത്ഥിക്കുവാനും അവിടുന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും അതിന് പ്രാപ്തരാകുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് സാധ്യമായ പലതും ഈശോയുടെ നാമമഹത്വത്തിനു വേണ്ടി ചെയ്യാൻ സാധിക്കും. നമുക്ക് അസാധ്യമായ കാര്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കപ്പെടും. നമ്മുടെ പ്രതിസന്ധികളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ആ കാര്യങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.